ശ്രീമതി ഷജിന മാഡം, അതുപോലെ തന്നെ റീജിയണൽ ഓഫീസിൽ നിന്നും ചടങ്ങിന് വേണ്ടി ഡെപ്യൂട്ടി ചെയ്ത് വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട രഘു സാർ, അസിസ്റ്റന്റ് മാനേജർ, അതുപോലെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിന് മുൻപേ എടുത്ത പ്രിയപ്പെട്ട അഖിൽ സാർ, അതുപോലെ ഈ ബ്രാഞ്ചിലെ എല്ലാവരെയും വ്യക്തിപരമായി എനിക്കറിയാം. അമൃത, ലക്ഷ്മി, അനീഷ, പിന്നെ മാഡം, അതുപോലെ ഈ ഇരിക്കുന്ന കസ്റ്റമേഴ്സ് എല്ലാവരും എൻ്റെ അയലത്തുകാരാണ്, സുഹൃത്തുക്കളാണ് കൂടുതലും പ്രിയപ്പെട്ടത്. ഒരു 2-3 മാസം മുമ്പ് അഖിൽ സാർ എന്നെ വിളിച്ചിട്ടുണ്ട്, സാറെ KSFE-ലോട്ടൊന്ന് വരണം, പിന്നെ സാറിന് അവാർഡ് കിട്ടിയപ്പോൾ ഒന്ന് ആദരിക്കാനാണ്. അന്ന് കസ്റ്റമർ മീറ്റൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു അന്ന് എനിക്കൊരു അസൗകര്യമുണ്ട്. കഴിഞ്ഞതിന് മുമ്പിലത്തെ ഒരാഴ്ച മുമ്പ് സാറ് വീണ്ടും വിളിച്ചിട്ട് ശനിയാഴ്ച ഫ്രീ ആണോ, ഇവിടെ നമുക്ക് കസ്റ്റമർ മീറ്റാണ്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരാം, അവധിയാണ്. പക്ഷേ NSSന്റെ ക്യാമ്പ് കുട്ടികൾക്ക് നടക്കുന്ന കോളേജ് സ്കൂളിൽ അതേയുള്ള ബുദ്ധിമുട്ടുണ്ട്. ഈ കസ്റ്റമർ മീറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇന്ന് ഞാൻ പത്രത്തിൽ രാവിലെ വായിച്ചു, KSFE ഇന്നൊരു വലിയ ഞെരക്കെടുപ്പ് പിന്നെ മിനിസ്റ്റർ നിർവഹിക്കുകയാണ്. നമ്മുടെ ബാലഗോപാൽ മിനിസ്റ്റർ തിരുവനന്തപുരം നിർവഹിക്കുന്നു. അതിൽ 1ാം സമ്മാനം 75 ലക്ഷം രൂപയ്ക്ക് അകത്ത് വിലയുള്ള ഒരു ബെൻസ് കാർ. അതിന്റെ ബ്രാക്കറ്റിൽ കൊടുത്തുകൊണ്ട് 75 ലക്ഷം, അതിന് മുകളിലോട്ടില്ല. താഴെയുള്ള പ്രൈസ്, 2ാമത്തെ പ്രൈസാണ് പ്രധാനം, നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ 17 പേർക്ക്. 3ാമത്തെ സമ്മാനം അത് ഒട്ടും കുറവില്ല, 20ഓ 25ഓ ഐഫോൺസ്. അപ്പൊ തീർച്ചയായിട്ടും KSFE-യുടെ ആ ഒരു വിശ്വാസ്യത ആളുകളിൽ ഉണ്ടാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ മൂലധനം KSFE-ക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഞാൻ ആ പത്രത്തിൽ വാർത്തയത് നമ്മുടെ പത്രങ്ങളിലൊന്നുമില്ല, ഞാൻ ഡെയിലി ഒരു 4 പത്രം വായിക്കും, ഓൺലൈനിലും ഒക്കെ ആയിരുന്നു. ഇപ്പൊ കലാകൗമുദി എന്ന് പറയുന്ന പത്രമാണ് ഇത് വലിയ വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്തു. ഞാൻ മാതൃഭൂമി ഞാൻ കണ്ടില്ല, ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കലാകൗമുദി ഓൺലൈൻ ഞാൻ വായിക്കാറുണ്ട്, അത് ഈ ആർട്ടിക്കിൾസ് ഒക്കെ എഴുതാനൊക്കെ ആയിട്ട് ഉപയോഗിക്കും. ഒരുപാട് സന്തോഷം എന്നെ ക്ഷണിച്ചതിലും ഇത് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ഔപചാരികമായി ക്ഷണിച്ചതിലും. എഴുകോൺ KSFE ബ്രാഞ്ചിന്റെ കാര്യം പറയുന്നതിന് മുമ്പ് KSFE-ആയിട്ടുള്ള എൻ്റെ ബന്ധം പറഞ്ഞു വരുമ്പോൾ എൻ്റെ അച്ഛനെ ഓർത്തു പോകും. അറിയാം, 2017 ചേച്ചിക്കറിയാം, 2017 അച്ഛൻ മരിച്ചുപോയി. അച്ഛനറിയാം. അപ്പം കാവനാട് ഗവൺമെന്റ് സ്കൂളിലായിരുന്നു കുറെ കാലം, പിന്നെ മുക്കട്ടത്തി സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, പിന്നെ എലഞ്ഞിക്കോട് സ്കൂളിൽ വന്നിരുന്നാണ് പെൻഷൻ ആയതെങ്കിലും കൊച്ചുനാളിലേക്ക് ഇപ്പൊ 56ാം വാർഷികമല്ലേ, 56ാം വാർഷികമാണെങ്കിൽ പോലും എനിക്കൊരു 6ാം ക്ലാസ് 5ാം ക്ലാസ് 6ാം ക്ലാസ് മുതലേ KSFE എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുടുംബ ബന്ധുവീട്ടിൽ പോകുന്ന പോലെ. ഇത് മുഖസ്തുതിക്ക് പറയുന്നതോ ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചത് കൊണ്ട് പറയുന്നതോ അല്ല. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ സർവീസിൽ ഇരിക്കുമ്പോഴേ മാസം തോറും അച്ഛൻ്റെ കൂടെ പോകേണ്ടി വരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് KSFE. ആദ്യകാലത്ത് കടപ്പാക്കട KSFE ബ്രാഞ്ചിലായിരുന്നു കിട്ടി. പിന്നെ കുണ്ട്രയെന്ന് നമ്മുടെ മാവടിയിലുള്ള ഒരു സാറുണ്ട്, പേര് ഞാൻ മറന്നു, മാവടിയിലുള്ള ജയകുമാർ സാർ. അതെ, ജയകുമാർ സാർ എഴുതുകൊണ്ട് വന്നപ്പോഴത്തേക്കും അന്ന് ഇവിടെ ആയിരുന്നു KSFE ബ്രാഞ്ചിന് ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൽ. ഇപ്പൊ KSFE-ലോട്ട് പോയാൽ മാനേജർ ഉൾപ്പെടെ എല്ലാ സ്റ്റാഫിനോടും വർത്താനം പറഞ്ഞിട്ട് ആയിരുന്നു അച്ഛൻ തിരിച്ചറിയി പോകുന്നത്. കൂടെ പോകുന്ന മോനും ഇത് കാരണം എല്ലാവരോടും ഒരു പരിചയം. പിന്നെ അങ്ങനെ ഇങ്ങോട്ട് വന്നാൽ 2006 എൻ്റെ സഹോദരിയുടെ കല്യാണം, പെട്ടെന്നൊരു ആലോചന വന്നല്ലോ സാറേ. അപ്പൊ അമ്മയുണ്ട് അച്ഛനുണ്ട്. സാറ് കാര്യം ചെയ്യും, ഞാൻ അതിപ്പോ സഹായിക്കാം. എന്തോ അതിന്റെ ഭദ്രതയാണോ, ചിട്ടി ഉള്ള ചിട്ടിയുടെ നിന്ന് ലോൺ തന്നതാണോ, എന്താണ് വകുപ്പെന്ന് ഓർക്കുന്ന കാലം അന്ന് എനിക്കില്ല. വളരെ പെട്ടെന്നൊരു മനുഷ്യന്റെ അത്യാവശ്യം വരുമ്പോൾ സഹായിക്കാൻ ഉതകുന്ന ഒരു പ്രധാനപ്പെട്ട സർക്കാർ ധന ഇടപാട് സ്ഥാപനമാണ് KSFE എന്നുള്ള ബോധ്യം എനിക്കുണ്ട്, പറഞ്ഞു കേട്ടതല്ല. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പം എനിക്ക് കഴിഞ്ഞ കൊറോണയ്ക്ക് മുമ്പും അതിന് ശേഷവും ഉള്ള ഒരുപാട് ഇടപാടുകൾക്ക് എനിക്ക് KSFE ഉതകിയിട്ടുണ്ട്. ഉപകാരപ്പെട്ടതല്ല, ഉതകിയിട്ടുണ്ട്. അത്യാവശ്യ ഘട്ടത്തിൽ ഇവിടെ നേരത്തെ ഇരുന്ന സുരേഖ മാഡം ഓർമ്മിക്കാതെ പോകാൻ വയ്യ. അല്ല, എനിക്ക് കവയപ്പെട്ട് ഒന്ന് തരികയോ അല്ലെങ്കിൽ വരാതെ ഒപ്പിടിക്കുകയോ ഒന്നുമല്ല, അങ്ങനെയുള്ള യാതൊന്നുമല്ല. പക്ഷെ എനിക്ക് സമയത്ത് ഉതകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് വളരെ നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുന്നു. പിന്നെ നമ്മൾ പറയുമല്ലോ, ഈ പറഞ്ഞ പോലെ മാഡം പറഞ്ഞ പോലെ ഒരുപാട് പദ്ധതികൾ ഓൺലൈനിൽ ഇപ്പോൾ അടയ്ക്കാനുള്ള സംവിധാനം, അതുപോലെ ഡോർ കളക്ഷൻ, അത് ഇത്, അതുപോലെ എന്ത് ചെയ്യും മനീഷ്, അതുപോലെ നമ്മുടെ അവിടുന്ന് റാണി,
റാണി ഇവിടെ ഉണ്ടായിരുന്ന ഇച്ചിരി ഒരു മേളമായേനെ എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട് കൊട്ടാരക്കര ബ്രാഞ്ചിലോട്ട് പോയി. എന്നാൽ അതുപോലെ അമൃത എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. പിന്നെ മറ്റേ അവിടുത്തെ പെരുമ്പഴയിലെ ഷൈനി മേള കൂടുതൽ പോയി 6 പോയി. അങ്ങനെ ഒരുപാട് പേരെ ഓർക്കുന്നു, വിട്ടുപോയിട്ടുണ്ട് പലരും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ബന്ധം. പിന്നെ എനിക്ക് ഈ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരുപാട് ഡീലിങ്സ് വസ്തു വാങ്ങിക്കുന്നതിനും ഒക്കെ വളരെ അത്യാവശ്യ ഘട്ടത്തിൽ എനിക്ക് ഉപകരിച്ചിട്ടുണ്ട്. പിന്നെ KSFE പലപ്പോഴും ഈ മനുഷ്യനെ ശത്രുത ഉണ്ടാക്കുന്ന കാര്യമാവുകയും ചെയ്യും. ഓടിങ്ങോട്ട് വന്നിട്ട് സാറേ പെട്ടെന്നൊരു ജാമ്യത്തിൽ ഒപ്പിട്ട KSFE, അങ്ങനെ നമുക്കങ്ങനെ എപ്പോഴും ഒപ്പിട്ടു ഓടിക്കാനും അങ്ങനെ കുറച്ച് പേരുടെ ശത്രുത തൽക്കാലത്തേക്ക് നമുക്ക് നേടേണ്ടി വന്നിട്ടുണ്ട്. കാരണം 6 മാസത്തിൽ ഒരിക്കലും സാലറി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യൂ എന്നൊരു അലിഖിത നിയമം സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെ നിലനിൽപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു വഴിയാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ട് അത് സാധിക്കാം, അതിനോടിപ്പോയി KSFE ചേരാം എന്ന് വിചാരിച്ചുള്ളൊരു രീതിയിലല്ല ഞാൻ KSFE ചേരാറുള്ളത്. അതൊരു ജീവിത ശൈലിയുടെ ഭാഗമാണ്. അത് കിട്ടുമ്പോൾ കിട്ടട്ടെ, അത്യാവശ്യം വരുമ്പോൾ നമുക്കത് എടുക്കാൻ പറ്റും എന്നുള്ള മനസ്സിലെ ഉറച്ച ധാരണ. ഈ പറഞ്ഞ പോലെ ഇന്നത്തെ തലമുറ ചെയ്യുന്നത് അടുത്ത തലമുറയിൽ അത് നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാകും എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു കാര്യം ഞാൻ KSFE